ഈശംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16-ഉം 17-ഉം തിരുവചനങ്ങളാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം കർത്താവാണ് നമ്മളെ ഓരോ മക്കളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ അവിടുത്തെ അന്വേഷിച്ച് പോയതല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ കള്ളും കുപ്പിയായിട്ടാണ് നവീകരണത്തിലേക്ക് വരുന്ന സമയം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയത്. എൻ്റെ മോൾക്ക് 3 മാസം പ്രായം. എൻ്റെ ഭാര്യയും ഞാനും മോളും കൂടെയാണ് ഡിവൈനിലേക്ക് പോയത്. കേരളത്തിൽ മിക്കവാറും ധ്യാന കേന്ദ്രങ്ങളിലെല്ലാം ധ്യാനിച്ചിട്ടുണ്ട്. ഏറിയ 3 മാസം 6 മാസം 1 വർഷമൊക്കെ പിടിച്ചു നിൽക്കും. പിന്നെയും പഴയ പോലെ കള്ളുകുടി, തോന്നിവാസ ജീവിതം, അതിന് യാതൊരു ഇതുമില്ല. പഴയതിനേക്കാൾ ഇരട്ടിയായിരിക്കും. പക്ഷെ 2002 ഞാൻ എൻ്റെ ഡിവൈനിലേക്കുള്ള യാത്ര പരിശുദ്ധാത്മാവ് ഒരുക്കിയതായിരുന്നു. അവിടുന്ന് ഈശോ എന്നെ തിരഞ്ഞെടുത്ത് പൊക്കിക്കൊണ്ട് പോയതാണ്. നേരെ ഡിവൈനിലേക്ക് പോണ വഴിക്ക് പിശാച് പ്രലോഭിപ്പിച്ച് കള്ളൊക്കെ വാങ്ങിച്ച് കുട്ടിച്ച് അടിച്ച് നല്ല പമ്പര വെയിലെ പരുവത്തിനാണ് കുഞ്ഞു വെച്ച് 3 മാസമുള്ള എൻ്റെ മോക്ക്. അപ്പം അവളുമായിട്ട് ഭാര്യ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാരൻ്റെ കാറിൽ ഡിവൈനിൽ ചെല്ലുന്നു. അവിടെ ചെന്ന് ഞായറാഴ്ച ചെന്നു. ഞായറാഴ്ച കിടന്നുറങ്ങി. കള്ളുകുപ്പി ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ആ സ്മോളെടുത്ത് ഒഴിച്ചു. അതിലൊരു പെഗ്ഗെടുത്ത് ബാക്കി എനിക്ക് തോന്നുന്നു ഒരു പൈൻ്റായിരുന്നു. 3-4 പെഗ്ഗിൽ കൂടുതൽ ഉണ്ടായിരുന്നു. ആ സമയം എൻ്റെ ജീവിതകാലം എന്നോട് ചോദിച്ചു, ഇനിയും നമ്മൾ ഇത് തന്നെ തുടരുകയാണോ? ഉടക്കു മൈൻഡിലല്ല, സ്നേഹത്തിൻ്റെ ഭാഷയിൽ. ഇന്നത്തെ സമയത്താണെങ്കിൽ മനുഷ്യർ അങ്ങനെ ഇത് ചെയ്യുമോ? മൂത്ത ഒരു മോനുണ്ട്, 2 പിള്ളേരെ എനിക്കുണ്ടായി. അപ്പം ആ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പം അവൾ ഇങ്ങനെ ചോദിച്ചു, ഇത് ഇനിയും തുടരുകയാണ്. പക്ഷേ ആ സമയം ഞാൻ പറഞ്ഞു, ഇനി ഞാനിത് കുടിക്കില്ല. ഇത് ഞാനാണോ പറഞ്ഞത്? അല്ല, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടതാണ്. ബാക്കിയുണ്ടായ സാധനം ക്ലോസറ്റിൽ ഒഴിച്ച് കളഞ്ഞു. 5 ഗോൾഡ് ഫ്ലാഗ്സ് കെട്ട്, അന്ന് ഗോൾഡ് ഫ്ലാഗാണ് കിട്ടിയത്. സാധാരണ ചാർനാറും ബിൽസും ഒക്കെ വലിച്ച് ബീഡിയും എല്ലാം ഇങ്ങനെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ പുക ഇങ്ങനെ മൂക്കിക്കൂടെ വായിക്കൂടെ വിട്ട് കഴിഞ്ഞാൽ സംഭവമാണെന്നുള്ളതിനകത്ത് ശരീരത്തിൽ വസിക്കുന്ന ഈശോയെ അത്രമാത്രം ദ്രോഹിച്ചൊരു വ്യക്തിയാണ്. ആ 5 ഗോൾഡ് ഫ്ലാഗ് ഉണ്ടല്ലോ, ഒരെണ്ണം എടുത്ത് വലിച്ചിട്ട് ബാക്കി 4 എണ്ണം കീറി ഞാൻ വേസ്റ്റ് കൊട്ടയ്ക്കകത്തിട്ടു. ഞാൻ ചെയ്തതാണോ? അല്ല. അങ്ങനെയാണ് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത്. മനസ്സിലായോ? ഞായറാഴ്ച നല്ല വെള്ളമായിട്ട് കിടന്നു. തിങ്കളാഴ്ച വെള്ളം ഇറങ്ങിയില്ല. 3-4 പ്രാവശ്യമൊക്കെ കുളിക്കുകയൊക്കെ ചെയ്തു. 1-2 പ്രാവശ്യമൊക്കെ കുളിച്ച് ഈ വെള്ളമൊന്നും ഇറങ്ങാനായിട്ട്. കാരണം ഒരു തല നേരെ നിന്നിട്ട് വേണ്ടേ അഭ്യാസം കാണിക്കാമെന്ന് പറഞ്ഞ പോലെ. അപ്പം ഞാൻ എൻ്റെ ജീവിതം കളി പറഞ്ഞു, നീ ധ്യാന കേന്ദ്രത്തിൻ്റെ ഹോളിൽ പോയിരുന്നു കുടിക്കും, ഞാൻ ഈ TV യിലൂടെ കണ്ടോളാം. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ എൻ്റെ കാല് ആക്സിഡൻ്റായി നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. നടക്കാൻ വളരെ ഏന്തുള്ളൊരു സമയമാണ്. അവളോട് ഞാൻ പറഞ്ഞു, നീ കള്ളടിച്ച് കിടക്കുമെന്നും പറഞ്ഞേക്കല്ല, ഒരു പൊക്കെടുത്ത് തന്നെ കൊണ്ടുപോയി മറ്റേ അഡിക്ഷനിൽ കൊണ്ടുപോയിടും. പിന്നെ നീ ഒറ്റയ്ക്ക് കൊച്ചുമായിട്ട് ഇവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം അത് പറഞ്ഞേക്കരുത്. ഞാൻ കാലുമല്ലാത്തതുകൊണ്ട് ഇവിടെ കിടന്നാണ് കൂടുന്നതെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ അവിടെ കിടന്നാണ് കൂടാൻ ഉദ്ദേശിച്ചത്. എൻ്റെ മനസ്സിൽ അങ്ങനെ ധ്യാനം കൂടി വിശദീകരിക്കപ്പെടാനൊന്നും ആയിട്ട് പോയതൊന്നുമല്ല എൻ്റെ പൊന്ന സഹോദരങ്ങളെ. പക്ഷെ കർത്താവ് ഒരുക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സമയം. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ തിങ്കളാഴ്ച അങ്ങനെ നടന്നു, ചൊവ്വാഴ്ച നടന്നു, ചൊവ്വാഴ്ച വൈകുന്നേരമായപ്പോൾ ഞാൻ നോർമലായി. ബുധനാഴ്ച ദിവികാരന് ആരാധന നടക്കുകയാണ് സ്റ്റേജിൽ, മലയാള സ്റ്റേജിൽ. ഞാൻ സെൻറ്റ് ജോർജ് ബ്ലോക്കിൽ. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ എനിക്ക് ഇത് പറയുമ്പോൾ ഒരു ആവേശമാണ്. കാരണം എനിക്ക് കിട്ടിയ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറൊന്നും അല്ല കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുമ്പുള്ള ഏതെങ്കിലും വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക സാദരം. കാരണം അന്ന് ഞാൻ സെൻറ്റ് ജോർജ് ബ്ലോക്കിലാണ് കിടക്കുന്നത്. ഞാൻ കിടക്കുന്ന റൂമിൻ്റെ ഒരു 2 റൂം അപ്പുറയാണ് ബഹുമാനപ്പെട്ട നായകൻ പിള്ളച്ചൻ താമസിക്കുന്നത്.
അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഞാനിങ്ങനെ ആരാധനയിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരുന്ന പോലെ ഈശോ കാണിച്ചില്ല. സ്ക്രീനിൽ ഞാൻ ചെയ്ത അന്ന് വരെ ചെയ്ത എല്ലാ പാപവും, നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയിരുന്ന് കാണില്ലേ, ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കും. ഞാൻ തന്നെ ഭയപ്പെട്ടു പോയി. ഞാനവിടെ കിടന്ന് കരഞ്ഞു. ഞാൻ എന്തൊക്കെ ചെയ്തത് തമ്പുരാനും അത് കർത്താവിന് മാത്രമേ അറിയാവുള്ളൂ. ഞാൻ മുട്ടുമേ നിന്നു. അവിടെ നിന്ന് കരഞ്ഞ് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇതൊക്കെ ഞാൻ ചെയ്തതാണ്, ഇതെല്ലാം ഞാൻ ചെയ്തതാണ്, ഞാൻ തന്നെ ഭയപ്പെട്ടു പോയി, ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. അന്ന് കർത്താവ് എന്നോട് ഞാൻ ഏറ്റുപറഞ്ഞു, ഇനി മേലിൽ ഇത് ചെയ്യില്ല കർത്താവേ എന്ന് ഞാൻ ഏറ്റുപറഞ്ഞു, കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ സമൂഹത്തിനെതിരായും എൻ്റെ കുടുംബത്തിനെതിരായും കർത്താവിനെതിരായും ചെയ്തു പോയ എല്ലാ പാവങ്ങളും ഏറ്റുപറഞ്ഞു അവിടെ നിന്ന്. അതിനുശേഷം നന്നായി കുമ്പസാരിച്ചു. ആ കുമ്പസാരത്തിലൂടെ എനിക്ക് വിശദീകരിക്കപ്പെട്ടു. പക്ഷേ ഈ ഞാൻ ഏറ്റുപറഞ്ഞ സമയം എൻ്റെ തലയിൽ എന്തോ വന്നു പതിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പിടികിട്ടില്ല. എൻ്റെ തലയിലേക്ക് എന്തോ വന്ന് പതിച്ചു. അന്ന് വൈകുന്നേരം ഞാൻ ഭാര്യ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പം ഞാൻ നടന്നു നോക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ ഏന്ത് മാറി. സത്യത്തിൽ ഞാൻ അതാണ് വിചാരിച്ചത്. ഈ പാവക്കെട്ടും എടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് സ്റ്റാൻഡ് വിട്ടത് അല്ല ഞാൻ വിചാരിച്ചത്. എൻ്റെ കാലിൻ്റെ ഏന്ത് മാറ്റി എനിക്ക് സുഖം തന്നു എന്നുള്ളതാണ്. സൗഖ്യം, ശാരീരിക സൗഖ്യം. പക്ഷേ എൻ്റെ ആന്തരിക സൗഖ്യമാണ് അതിനേക്കാൾ വലുത്. അപ്പോൾ എൻ്റെ ആന്തരിക മേഖലകളിൽ ഒരു വിശുദ്ധീകരണം അവിടെ നടന്നു. കർത്താവ് ഇടപെട്ടു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞു വന്നപ്പോഴത്തേനും ഇവിടുന്ന് കുറച്ച് മാറിപ്പോയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈശോ വിളിച്ചിരിക്കുന്ന ഓരോ വിളിയും അങ്ങനെയാണ് എൻ്റെ വിളി നടന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ടുള്ള യാത്ര മുഴുവൻ പ്രാർത്ഥനയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ ഈശോ എന്നെ ഓരോ വ്യക്തികളിലൂടെ, അച്ഛന്മാരിലെ സഹോദരങ്ങളിലൂടെ ഒക്കെ, സുഹൃത്തുക്കളിലൂടെ കർത്താവ് ഓരോ വ്യക്തികളെയും ഭൂമിയിൽ നിയോഗിച്ചിട്ടുണ്ട്. അവരിലൂടെ എല്ലാം നയിച്ചു. ഇവിടെയെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് കർത്താവിൻ്റെ വിളി അനുസരിച്ച് നമ്മൾ ജീവിക്കുക, പരസ്പരം സ്നേഹിക്കുക. അപ്പോൾ പാപത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയെ നമ്മളൊരു വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ചിലർ പറയും, എനിക്ക് വിശുദ്ധി ജീവിക്കണ്ട, എനിക്കിങ്ങനെ തന്നെ ജീവിക്കണം. അങ്ങനെ ബലം പിടിക്കുന്നവനെ കർത്താവിന് പോലും ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം നമുക്ക് ചെയ്യുന്ന തെറ്റാണെന്നുള്ളൊരു ബോധ്യമുള്ളിലുണ്ടെങ്കിൽ അത് തിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ പറ്റൂ. അപ്പോൾ ഈശോ നമ്മളെ തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പിന് അനുയോജ്യമായ വിധത്തിൽ നമുക്ക് ജീവിക്കാം. ഈ വചനം സേവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഈ വചനത്തിൻ്റെ അനന്തമായ ശക്തി ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, അവിടുന്ന് അവർ ഈ വചനം സേവിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ താമസിക്കുന്ന ഏത് സ്ഥലത്താണോ ആ മേഖലകളെ എല്ലാം വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.